നന്ദിപൂർ ഗ്രാമത്തില് വിമല എന്ന പേരുള്ള പച്ചക്കറിക്കാരി ഉണ്ടായിരുന്നു. വിമല ഗ്രാമത്തിന്ന് ദൂരെ ഒരു പച്ചക്കറി തോട്ടത്തിന്ന് പച്ചക്കറികളെല്ലാം വാങ്ങി ഗ്രാമത്തിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. പച്ചക്കറികൾ വാങ്ങിച്ചോളൂ, നല്ല പുതിയ പച്ചക്കറികൾ വാങ്ങിച്ചോളൂ, പുതിയ പച്ചക്കറികൾ വാങ്ങിച്ചോളൂ. ഗ്രാമത്തിലെ സ്ത്രീകൾ എല്ലാവരും വിമല വരുന്നവരെ കാത്തിരിക്കുമായിരുന്നു. നീ ഇപ്പൊ ഇവിടെ വരുമല്ലോന്ന് വിചാരിച്ചതേ ഉള്ളൂ. നീ എന്താ ഇത്രയും വൈകിയത്? ഞാൻ എന്ത് ചെയ്യും ചേച്ചി, ഞാൻ എത്ര ദൂരെ പോയിട്ടാണ് പച്ചക്കറികളെല്ലാം ചുമന്ന് ഇവിടെ കൊണ്ടുവരുന്നത്. അതുമല്ലാതെ ഈ തളച്ച വെയിൽ കാരണം എനിക്ക് ഒരുപാട് ക്ഷീണമുണ്ട്. നല്ല വെയിലൊക്കെ ഉണ്ട്, എന്നാലും മറ്റുള്ളവർ വിൽക്കുന്ന പച്ചക്കറികളേക്കാൾ നല്ലത് നിന്റെ കയ്യിലുള്ളതാണ്. അതുകൊണ്ടല്ലേ നീ വരുന്നവരെ ഞാൻ കാത്തിരിക്കുന്നത്. അത് വളരെ നല്ലതാ ചേച്ചി. പറഞ്ഞാട്ടെ, നിങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ടത്? ഒരു 1/2 കിലോ തക്കാളി വേണമായിരുന്നു, ഒരു ചേനയും വെള്ളരിക്കയും വഴുതനങ്ങയും വേണമായിരുന്നു. വിമല ആ സ്ത്രീ ചോദിച്ച പച്ചക്കറികൾ കൊടുത്തു. എന്നിട്ട് പിന്നെ അവരടുത്ത വീട്ടിലേക്ക് പോയി. ഇതുപോലെ തന്നെ വിമല ഗ്രാമത്തിലെ എല്ലാവർക്കും പച്ചക്കറികൾ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും വിമലയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു ദിവസം വിമല തോട്ടത്തിൽ പോയി പച്ചക്കറികളെല്ലാം പെറുക്കുമായിരുന്നു. അമ്മച്ചി, നിങ്ങൾ എന്തിനാ ഇത്രയും ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നേ? എല്ലാ പച്ചക്കറികളും വളരെ ഫ്രഷ് ആയി തന്നെ ഉണ്ട്. നിനക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാ നീ എടുത്തോ. അങ്ങനൊന്നുമില്ല സർ, ഈ പച്ചക്കറികൾ പൂക്കളെ പോലെ തന്നെ ചീഞ്ഞു പോകാൻ അധികം സമയമൊന്നും വേണ്ട. അതുകൊണ്ട് നോക്കിയും കണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. പുതിയ പച്ചക്കറികളാണെങ്കിൽ മാത്രമേ മേടിക്കുന്ന ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാകൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. വിമല പിന്നെ പച്ചക്കറികൾ നോക്കിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു. ഇപ്പോ ചൂട് കാലം തുടങ്ങി. എന്നും ചെയ്യുന്ന പോലെ വിമല പച്ചക്കറികൾ നോക്കിയെടുക്കുമായിരുന്നു. അന്നേരം ആ തോട്ടത്തിലെ ഉടമസ്ഥൻ അവളുടെ അടുത്തേക്ക് വന്നു. വിമല, ഇപ്പോഴുള്ള വെയിലിനെ പച്ചക്കറികളെല്ലാം ഇങ്ങനെ വാടി പൊക്കോണ്ടിരിക്കുക. സാരമില്ല, അതൊരു പ്രശ്നമല്ല. എന്നാലും ഞാൻ പുതിയ പച്ചക്കറികൾ കണ്ടുപിടിക്കും. ഞാനിപ്പോ ഈ പച്ചക്കറികളെല്ലാം പകുതി വിലക്ക് നിനക്ക് തരികയാണെങ്കിൽ നിനക്കത് ഇരട്ടി വിലക്ക് അവിടെ ചെന്ന് വിൽക്കാൻ പാടില്ലേ? ഇത് കേട്ട വിമല ചിന്തിക്കാൻ തുടങ്ങി. ഈ പച്ചക്കറികൾക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ച് ഉണങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി ഞാൻ ഇതെല്ലാം വാങ്ങിയിട്ട് കുറച്ചു നേരം വെള്ളത്തിനകത്ത് മുക്കിയിട്ടാൽ പിന്നെ ഇതിനെ കാണാനും പുതിയതുപോലെ ആയിരിക്കുമല്ലോ. എന്നിട്ട് പിന്നെ എനിക്ക് ഇരട്ടി ലാഭവും കിട്ടും. ഇത് കൊള്ളാമല്ലോ.